അത്ഭുതങ്ങളെ അത്ഭുതത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണെന്ന്. ദൈവത്തിലേക്ക് അടുക്കാൻ ദൈവനാമത്തിൽ നടന്ന പല അത്ഭുതങ്ങളും സഹായമായിട്ടുണ്ട്. ക്രിസ്തുവിൽ അടറിയ പലരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ അവൻ്റെ അത്ഭുതങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. തിരുസഭ മാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിലും അത്ഭുതം ചെയ്ത് കടന്നു പോകുന്ന നസ്രായനായ യേശുവിനെയാണ് വിവരിക്കുന്നത്. സ്വന്തം നാട്ടിൽ അവമതിക്കപ്പെട്ട് യേശു ഗലീലയിൽ ചെന്ന് രാജസേവകന്റെ അപേക്ഷ പ്രകാരം അവൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ് പ്രമേയം. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ച രാജസേവകന് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുമെന്ന് മാത്രം അരുളി മറ്റൊരു അടയാളം സൃഷ്ടിക്കുകയായിരുന്നു യേശു ചെയ്തത്. അവൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ഭൃത്യന്മാർ എതിരെ വന്ന് അവനോട് സന്തോഷത്തിൻ്റെ വാർത്ത അറിയിക്കുന്നു. യേശു തൻ്റെ മഹത്വം വിളംബരം ചെയ്ത ഗലീലയിലാണ് ഈ കാര്യം നടക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന യേശു വചനത്തിന് ഉറപ്പ് പകരുന്നതാണ് ഈ സുവിശേഷ ഭാഗം. പ്രിയമുള്ളവരെ, എന്താണ് നമ്മെ ക്രിസ്തുവിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവൻ ചെയ്ത അത്ഭുതങ്ങളാണോ എൻ്റെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം? അതോ 3 ആണികൾക്ക് മേൽ ചോര വാർന്നൊഴുകിയപ്പോഴും വിട്ടുപോകാനാവാതെ അവൻ നമ്മെ സ്നേഹിച്ചതാണോ? ഈ തപസ്സുകാലത്തിൽ നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം.